ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. വെയിറ്റ്. നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ബേക്കിംഗ് പൗഡർ, 2 മുട്ട, ചോക്ലേറ്റ് പൗഡർ, ഒരു ടീസ്പൂൺ കോഫി പൗഡർ, ഓയിൽ, 1 ഗ്ലാസ് മൈദ, 1 ഗ്ലാസ് ഷുഗർ. നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു ബീറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നമുക്ക് 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഓക്കെ, 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ് ഷുഗർ, ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നത് ഷുഗർ. ഇതിൽ 1 ഗ്ലാസ് ഷുഗർ, 1 ടീസ്പൂൺ നെസ്കഫേ, 1 ടീസ്പൂൺ നെസ്കഫേ, 1 ഗ്ലാസ് ചോക്ലേറ്റ് പൗഡർ. പഞ്ചസാര അളന്ന അതേ അളവിൽ, ഷുഗർ അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് ചോക്ലേറ്റ് പൗഡർ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 1 ഗ്ലാസ് ചോക്ലേറ്റ് പൗഡർ നമുക്ക് അളന്നെടുക്കാം. ഒരു ഗ്ലാസ്. ഓക്കെ, അപ്പോൾ ഞാൻ 1 ഗ്ലാസ് ചോക്ലേറ്റ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് മൈദാപ്പൊടി. നമ്മൾ 1 ഗ്ലാസ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് 1 പാക്കറ്റ് ബേക്കിംഗ് പൗഡർ. നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ബേക്കിംഗ് പൗഡർ 1 പാക്കറ്റ്, ചെറിയ പാക്കറ്റാണ് ഇത്. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ മൈദ അളന്നെടുത്ത കപ്പ്, ആ കപ്പിൽ തന്നെ 1 ഗ്ലാസ് ഹോട്ട് വാട്ടർ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം സെയിം ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം. 1 ഗ്ലാസ് ഓയിൽ ആഡ് ചെയ്യാം. ഇതിന് ശേഷം നമുക്കിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. ഇത് നമ്മൾ ആഡ് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ഓവൻ ഹോട്ടാക്കാനായിട്ട് ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കേക്ക് ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കട്ട കെട്ടാതെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആ ബാറ്റർ നല്ലപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓവൻ അവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ബാറ്റർ കംപ്ലീറ്റ്ലി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഓവനിലോട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഓവനിൽ വെച്ചതിന് ശേഷം നമുക്ക് കാണാം. നമുക്ക് ഈ ബാറ്ററിനെ ഓവനിലോട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് എന്തായി എന്ന് നോക്കണ്ടേ?
ഇപ്പോൾ 1 മണിക്കൂറോളമായി നമ്മൾ കേക്ക് ഓവനിൽ വെച്ചിട്ട്. അപ്പം നമുക്ക് നമ്മുടെ കേക്ക് പുറത്തോട്ട് എടുക്കാം. അതിൻ്റെ പാകമെല്ലാം നോക്കി. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. കേക്ക് ഞാൻ പുറത്തെടുത്ത് അതിൻ്റെ കഴിച്ചു നോക്കിയിട്ട് കാണിക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയായ നല്ലൊരു കേക്ക് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക.